എല്ലാ IPL സീസണിലും നല്ലതെന്ന് തോന്നിക്കുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുകയും എന്നാൽ ടൂർണമെന്റ് തുടങ്ങിക്കഴിയുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീമായിരുന്നു പഞ്ചാബ്. എന്നാൽ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി ടോപ്പ് ഗെയിമായിരുന്നു പഞ്ചാബ് കാഴ്ചവെച്ചത്. ശ്രേയസ് പോണ്ടിംഗ് കോമ്പിനേഷൻ വളരെ ഇംപ്രസീവ് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ജയിക്കാൻ പറ്റുമായിരുന്ന ഒരു ഫൈനൽ അവർ പ്രഷർ മൂലം ബോട്ടിൽ ചെയ്ത് കളഞ്ഞു. ബാറ്റിംഗ് ഡെപ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഹൈലി അഗ്രസീവായി കളിക്കാൻ നോക്കുന്നു എന്നൊരു പ്രശ്നം ചില മത്സരങ്ങളിൽ പഞ്ചാബിന് കണ്ടിരുന്നു. പ്രഷർ വന്നാൽ അത് കൈകാര്യം ചെയ്ത് പെർസെന്റേജ് ക്രിക്കറ്റ് കളിക്കാൻ അവർക്കറിയില്ല എന്നത് ഒരു പോരായ്മയായിരുന്നു. സമ്മർദ്ദം വന്നാൽ ഉടൻ തന്നെ ബിഗ് ഷോട്ട് എന്നതായിരുന്നു പഞ്ചാബിന്റെ പാറ്റേൺ. സ്ട്രൈക്ക് റൊട്ടേഷനൊന്നും വലിയ വില അവർ കൊടുക്കുന്നില്ലായിരുന്നു. ഇന്നലെ ഫൈനലിലും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. അൺക്യാപ്ഡ് താരങ്ങളെ കൂടുതലായി ടീമിൽ കളിപ്പിക്കാൻ നോക്കുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് ഗുണം ചെയ്തിരുന്നു. പക്ഷേ പ്ലേ ഓഫ് ആയപ്പോഴേക്കും സമ്മർദ്ദം അൺക്യാപ്ഡ് താരങ്ങളിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓപ്പണിംഗ് ജോഡി തന്നെയായിരുന്നു അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ നന്നായി കളിച്ച രണ്ടുപേരും പ്ലേ ഓഫിലെ 3 മത്സരത്തിലും പരാജയപ്പെട്ടു. അത് പഞ്ചാബിന്റെ ബാറ്റിംഗിനെ നന്നായി തന്നെ ബാധിക്കുകയും ചെയ്തു. ശ്രേയസ് അയ്യർ, ഇംഗ്ലീഷ് തുടങ്ങി 2 പേരിലേക്ക് മാത്രമായി ഉത്തരവാദിത്വം കൂടുതലെത്തി. ബിഗ് സ്റ്റേജിൽ ആദ്യമായി എത്തുന്നവർക്ക് ഇത് സ്വാഭാവികം തന്നെയാണ്. സോ അതൊരു കുറ്റമായി കണക്കാക്കാനും പറ്റില്ല. ബാറ്റിംഗ് നിരയിൽ മാക്സ്വെല്ലിനെ റിലീസ് ചെയ്യാമെന്നതല്ലാതെ വേറൊരു മാറ്റവും ആവശ്യമാണ് എന്ന് തോന്നുന്നില്ല. നല്ല ടോപ്പ് ക്വാളിറ്റി ലൈനപ്പ് അവർക്കുണ്ട്. വധേരയ്ക്ക് വേണമെങ്കിൽ ഒരു ക്വാളിറ്റി ബാക്കപ്പിനെ നോക്കാം. അതല്ലാതെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്പിന്നാണ് പഞ്ചാബിന്റെ മെയിൻ വീക്ക്നെസ് ആയി ഇത്തവണ കാണപ്പെട്ടത്. ചഹലിന് അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു മോശം സീസൺ വന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. 2-3 മത്സരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഗെയിമിലും ചഹൽ അടി വാങ്ങുന്നുണ്ടായിരുന്നു. താരം ഒരു ചാമ്പ്യൻ ബോളർ ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം ബെറ്ററായി തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫാസ്റ്റ് ബോളിംഗ് നോക്കിയാലും മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്താൽ അത് പഞ്ചാബിന്റെ ഫാസ്റ്റ് ബോളേഴ്സ് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ മത്സരങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വിജയകുമാർ വൈശാഖ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. സോ RCBയെ പോലെ തന്നെ മേജറായ ചേഞ്ച് ഒന്നും പഞ്ചാബിനും ആവശ്യമില്ല. ഓൾറെഡി ഈ ടീം തന്നെ സെറ്റാണ്. ചെറിയ 1-2 പോരായ്മകളാണ് കന്നി കിരീടം തട്ടിത്തെറിപ്പിക്കാനിടയായത്.